ഹലോ എവ്രിവൺ, വെൽക്കം ടു OIT ആൻസേഴ്സ്. അപ്പം നമുക്ക് ഈ വീഡിയോയിലായിട്ട് എന്ത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 31 ഓഗസ്റ്റ് 2024 എന്നുള്ള OIT എക്സാം കുറിച്ചാണ്. നമ്മളോട് സ്റ്റുഡൻസ് കുറേ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെ ഈ വീഡിയോയിലോട്ട് കാണാം. ഓൾറൈറ്റ്, നമ്മളുടെ ആദ്യത്തെ മോഡ്യൂളിലോട്ട് പോകാം. അത് ലിസണിങ് ആണ്. ആദ്യത്തെ ലിസണിങ് മൊഡ്യൂൾ അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റിൽ എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ലിസണിങ് പാർട്ടിയിൽ എക്സ്ട്രാക്ട് 1ന്റെ അകത്ത് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റും പേഷ്യൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് എക്സ്ട്രാക്ട് 2ൽ കോർഡിയോളജിസ്റ്റും പേഷ്യൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാക്ട് 1 and 2 രണ്ടിലും സ്റ്റുഡൻസ് നമ്മളോട് ഷെയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ സ്കൂബ ഡൈവിംഗ്, കാർട്ടിക്കോസ്റ്റീറോയിഡ്സ്, സ്ട്രോക്ക്, റിസ്റ്റ്, മ്യൂക്കസ്, ഗാർഡനർ, ലൂപ്പസ്, വാസ്കുലർ ഡിമെൻഷ്യ, acne, physical activity, stinging. And the extract 2 answers were angina, leukemia, obesity, chest infection, blurred vision, left ventricle, obesity, Gardner, physical activity. ഇതായിരുന്നു നമ്മളുടെ ലിസണിങ്ങിന്റെ പാർട്ട് എ. എന്നാൽ നമുക്ക് പാർട്ട് ബി ആൻഡ് പാർട്ട് സിയിൽ എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇതായിരുന്നു നമ്മളുടെ പാർട്ട് എ. എന്നാൽ പാർട്ട് ബി ആൻഡ് പാർട്ട് സിയിൽ എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അവരുടെ അഭിപ്രായം അവർ പറഞ്ഞു വളരെ എളുപ്പമായിരുന്നു, ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റി, കുറേ ആൻസറൊക്കെ ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. ബട്ട് നമുക്ക് ഒത്തിരി അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാർട്ട് കിട്ടിയില്ല. വിശ്വസിക്കുന്നു പിള്ളേർ നല്ല രീതിയിൽ ചെയ്ത് കാണുമെന്ന്. നമുക്കിന്ന് നെക്സ്റ്റ് സെറ്റിലോട്ട് നമ്മളുടെ സെക്കൻഡ് സെറ്റ് ലിസണിങ് ഏതാണെന്ന് നോക്കാം. പാർട്ട് എ ലിസണിങ്ങിൽ അവർ ചോദിച്ചിട്ടുള്ളത് extract 1ന്റെ അകത്ത് rheumatologist talking to a patient and the extract 2 including neurologist talking to a patient. Okay, extract 1ന്റെ അകത്ത് അവർ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ബെൻഡിങ്, സ്കോളിയോസിസ്, ട്രാൻസ്ലേറ്റർ, നീസ്, മൈഗ്രെയിൻ, നെക്ക് പെയിൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, റുമറ്റോയിഡ് ഓർത്രൈറ്റിസ്. ആൻഡ് എക്സ്ട്രാക്ട് 2ന്റെ അകത്ത് അവരായിട്ട് പറഞ്ഞിട്ടുള്ള ഇച്ചിരി ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയറി പ്രോഡക്ട്സ്, പെയിൻ, breastfeeding, breathing difficulty, dietary intolerance, whiplash, contact lens, core accident. നമുക്ക് ലിസണിങ്ങിന്റെ ലാസ്റ്റ് സെറ്റിലോട്ട് കിടക്കാം. ലിസണിങ് പാർട്ടിന്റെ അകത്ത് എക്സ്ട്രാക്ട് 1ൽ അവർ ചോദിച്ചിട്ടുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് ടോക്കിംഗ് ടു എ പേഷ്യൻ്റ് ആണ്. എക്സ്ട്രാക്ട് 2ൽ ന്യൂറോ സർജൻസ് ടോക്കിംഗ് ടു എ പേഷ്യൻ്റ്. സോ അവർ ഷെയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ കൺവൾഷൻസ്, കോൺഷ്യസ്, anterior aspect, thumb on head, memory, pins and needles, migraines. And extract 2ന്റെ അകത്ത് അവർ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് ഫാക്ടറി ക്ലീനർ, ഗ്രോഗി, ഡയബറ്റിസ്, സ്ട്രെച്ചിങ്, ലിഫ്റ്റ്, ടിംഗ്ലിംഗ് സെൻസേഷൻ ആൻഡ് സീഷർ. ഇപ്രാവശ്യം ലിസണിങ്ങിന്റെ പാർട്ട് ബി ആൻഡ് പാർട്ട് സി വളരെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും 3 സെറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും ഇത് വളരെ ചെയ്യാൻ പറ്റി എന്നാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം നമ്മളുടെ അടുത്തുനിന്ന് കുറേ സ്റ്റുഡൻസ് പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്. എല്ലാവരുടെ ഒപ്പീനിയനും എല്ലാവരുടെ ഫീഡ്ബാക്കും വളരെ നല്ലോണം ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. നമുക്കിപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലോട്ട് കിടക്കാം. സെക്കൻഡ് മോഡ്യൂളിന്റെ ആദ്യത്തെ സെറ്റാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് മോഡ്യൂൾ നമ്മുടെ റീഡിംഗ് ആണ്. റീഡിംഗ് പാർട്ട് ഉള്ളത് അൾസർ ആണ്. സോ അൾസറിന്റെ 4 ടെക്സ്റ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാർട്ട് എയിൽ. സോ ടെക്സ്റ്റ് എയിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് അൾസർ, പിന്നെ അതിനെ കുറിച്ച് കുറേ ഡിസ്ക്രിപ്ഷൻ അവർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയിൽ സ്റ്റേജസ്, അൾസറിന്റെ സ്റ്റേജസ്, കുറേ സ്റ്റേജസ്, പിന്നെ ആ സ്റ്റേജസിൽ എന്തൊക്കെയാ ഹാപ്പനിങ് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് സിയിലോട്ട് പോകുമ്പോൾ അൾസേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത്, പിന്നെ അതിലുള്ള കുറേ ടിപ്സും അഡ്വൈസും അവർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഡിയിൽ ടൈപ്സ് ഓഫ് ഡ്രസ്സിങ്, പിന്നെ ഏതൊക്കെ ഡ്രസ്സിങ് മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യാം, വാട്ട് ടൈപ്പ് ഓഫ് വൂണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ഈസ് സൂട്ടബിൾ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരുന്നു പാർട്ട് എയുടെ അകത്ത്. ഇനി പാർട്ട് ബിയിൽ അവർ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. സോ ഓവറോൾ അവർ ചോദിച്ചിട്ടുള്ളത് സിറ്റുവേഷണൽ ടൈപ്പ് ആൻഡ് ഡീറ്റെയിലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ തന്നിട്ടുള്ള 6 ടൈപ്പിലും സിറ്റുവേഷൻ ആൻഡ് ഡീറ്റെയിലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി ഡീറ്റെയിലിംഗ് ടൈപ്പ് കുറിച്ച് 2 more ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിശ്വസിക്കുന്നു നമുക്ക് ഡീറ്റെയിൽ ടൈപ്പിംഗ് കുറിച്ച് അറിയാമെന്ന്. സ്പെസിഫിക് ആൻഡ് ജനറൽ ആണ് ഡീറ്റെയിലിംഗ് ടൈപ്പിംഗിന്റെ താഴെ വരുന്നത്. നമുക്കിപ്പോൾ റീഡിങ്ങിന്റെ സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. സെക്കൻഡ് സെറ്റ് റീഡിങ്ങിന്റെ പാർട്ട് എ സൈക്ലിക് വൊമിറ്റിംഗ് ഇൻ ചിൽഡ്രൻ ആയിരുന്നു.
സൈക്ലിക് വോമിറ്റിംഗ് ഇൻ ചിൽഡ്രൻ ഇതിൻ്റെ 4 കാറ്റഗറീസ്, ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി ആൻഡ് ടെക്സ്റ്റ് ഡി. സോ എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയെന്ന് നോക്കാം. ടെക്സ്റ്റ് എയിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫേസസ് ഓഫ് സൈക്ലിക് വോമിറ്റിംഗ് ഇൻ ചിൽഡ്രൻ അതിനെക്കുറിച്ചാണ് വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയിലോട്ട് പോകുമ്പോൾ ഡയഗ്നോസിസും അതിൻ്റെ ക്രൈറ്റീരിയയും, ഈ ക്രൈറ്റീരിയ ഇതിന് സൂട്ടബിൾ ആണ്, ഇതിനാണ് ഈ കാറ്റഗറിയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്, അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് സിയിൽ നോക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റും റിക്കവറിയും കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫൈനലി ടെക്സ്റ്റ് ഡിയിൽ മെഡിക്കേഷൻസ്. ഓക്കെ, സൈക്ലിക് വോമിറ്റിംഗ് ഇൻ ചിൽഡ്രൻ അവർക്ക് ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് സൂട്ടബിൾ, പിന്നെ ഫർദർ ആയിട്ട് ഏതൊക്കെ കെയർ, മെഡിക്കേഷൻ റിലേറ്റഡ് കെയർ ഏതൊക്കെ നമുക്ക് കൊടുക്കാം, IV ഫ്ലൂയിഡ്സ്, IV അഡ്മിനിസ്ട്രേഷൻ, പിന്നെ MESET, ഇതിനെക്കുറിച്ചാണ് കൂടുതൽ അവർ അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി പാർട്ട് സിൻ്റെ സെറ്റ് 2ൻ്റെ പാർട്ട് സിയിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പാർട്ട് സിയിൽ എക്സ്ട്രാക്ട് 1 ഫുഡ് അലർജി ആൻഡ് റിസർച്ച് കുറിച്ചാണ് ഉൾവഹിച്ചിട്ടുള്ളത്. സോ അതിൽ ഫുഡ് അലർജി പിള്ളേർ അവരുടെ സ്റ്റേറ്റ്മെന്റ് കുറിച്ച് പറയുമ്പോൾ ഫുഡ് അലർജി ആൻഡ് റിസർച്ച് ആയിരുന്നു. ആക്ച്വലി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നും ലാസ്റ്റ് 2 വീക്സ് നമ്മളിവിടെ പിള്ളേർക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് മുഴുവനും ടഫസ്റ്റ് മെറ്റീരിയൽ ആണ്. ഏറ്റവും നമുക്ക് പാർട്ട് സി കുറേ ടഫ് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ. അപ്പം അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുകയും ഓവറോൾ ആ ടഫ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഫുഡ് അലർജിയും ന്യൂട്രീഷനും പറ്റിയെന്ന്. ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചാലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റി, ഫ്രൈസസ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എങ്ങനെ എലിമിനേറ്റ് പെട്ടെന്ന് സമയം വേസ്റ്റ് ആക്കാതെ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റിയെന്നാണ് മുഴുവൻ സ്റ്റുഡൻസും പറയുന്നുണ്ട്. 1 2 മുഴുവനും അങ്ങനെയാണ് അവർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. ദെൻ എക്സ്ട്രാക്ട് 2 ടെക്നോളജി റിലേറ്റഡ് ആണ്. ഓക്കെ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രസന്റേഷൻ ബേസ്ഡ് ആയിട്ടിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. ഇപ്പൊ നമുക്ക് തേർഡ് സെറ്റോട് റീഡിങ്ങുമായിട്ട് കിടക്കാം. തേർഡ് സെറ്റിൽ പാർട്ട് എയിൽ അവർ ചോദിച്ചിട്ടുള്ളത് സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. സോ അപ്പോൾ ടെക്സ്റ്റ് എയിൻ്റെ അകത്ത് സിസ്റ്റിക് ഫൈബ്രോസിസിനെ കുറിച്ച് ഡെഫിനിഷൻ, കോസസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഈ ഇൻവെസ്റ്റിഗേഷൻസ് ലീഡ്സ് ടു ഫർദർ ട്രീറ്റ്മെന്റ് അതൊക്കെ കുറിച്ചാണ് അവർ പറയുന്നത്. ദെൻ ടെക്സ്റ്റ് സിയിൽ മെഡിക്കേഷൻ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസ്, പിന്നെ ഫ്രീക്വൻസി എന്താ, ഡോസ് എന്താ, റൂട്ട് എന്താ, പിന്നെ ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നു, ഏജ്, കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചാണ്, ഏജ് ഫാക്ടേഴ്സും കൂടി അവർ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് ഡിയിൽ ട്രീറ്റ്മെന്റ് കുറിച്ചാണ് അവർ പറഞ്ഞു പോകുന്നത്. ട്രീറ്റ്മെന്റിൽ പർട്ടിക്കുലർ ഫോം ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞു പോകുന്നത്. സോ അത് ഏതെന്ന് വെച്ചാൽ ചെസ്റ്റ് പെർക്കഷൻ ആണ്, അതൊരു ഏറ്റവും വലിയ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ കുറിച്ചാണ് അവർ ട്രീറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയും. ഇപ്പൊ നമുക്ക് 3ാമത്തെ മോഡ്യൂളിലോട്ട് കിടക്കാം. 3ാമത്തെ മോഡ്യൂൾ ആദ്യത്തെ സെറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3ാമത്തെ മോഡ്യൂൾ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗിൽ അവർ ടുഡേയ്സ് ഡേറ്റ് എന്ന് തന്നിട്ടുള്ളത് ഇന്ന് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് ആണ് 31 ഓഗസ്റ്റ് 2024. പേഷ്യന്റിന്റെ നെയിം ഡക്ക് ഏതറായിരുന്നു. അതിന്റെ ഹിസ്റ്ററിക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അൽസൈമസ് ആയിരുന്നു. പക്ഷെ ഇതിനൊക്കെ അവർ മെഡിക്കേഷൻസ് എടുക്കാറുണ്ട്. മെറ്റ്ഫോർമിൻ, ലിസനോപ്രിൽ ആയിരുന്നു അതിന്റെ മെഡിക്കേഷൻസ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേരൻസ് ഡെഡ് ആണ്, ക്യാൻസർ പോയെന്നും. പേഷ്യന്റ് അവിടെ ഡോക്ടറുമായിട്ട് ജീവിക്കുന്നു. ഡോക്ടർ ഡിവോഴ്സിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഡോക്ടർ ഇപ്പോൾ ജോബ് കാരണം സിറ്റിയിലോട്ട് മൂവ് ചെയ്ത് പോകുമെന്ന്, അത് കാരണമാണ് പേഷ്യന്റിന് ഹോം കെയർ ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 10 ഡിസംബർ 2023 പേഷ്യന്റ് ക്ലിനിക്കിൽ പ്രസന്റ് ആയിരുന്നു. ആ സമയത്ത് പേഷ്യന്റിന്റെ മൂഡ്, അപ്പിറ്റൈറ്റ്, സെൽഫ് ആക്ടിവിറ്റീസ് എല്ലാം ഗുഡ് ആയിരുന്നു. മൊബിലിറ്റിയും കൂടി നല്ല രീതിയിൽ. 20 ഡിസംബർ ടു 5 ജാനുവരി അതുവരെയിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിൽ ചെയ്ത അസസ്മെന്റിൽ മൂഡ് സ്വിങ്സ് അവർ ക്വറി ആയിട്ട് വെച്ചിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് അൽസൈമസ് അതിന്റെ ഒരു ഇതായിരിക്കാമെന്നും, പിന്നെ ന്യൂ സറൗണ്ടിങ്സ് കാരണമാണോ ഈ മൂഡ് സ്വിങ്സ് അങ്ങനെയെന്ന് പറയുന്നതൊക്കെ ക്വറി ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ സ്വോളവിങ് ആണ് ഡിഫിക്കൽട്ടീസ്. സോഫ്റ്റ് ഡയറ്റ് ആണ് പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ന്യൂട്രീഷനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പേഷ്യന്റിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഇൻസോംനിയാണ്. പേഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോ എക്സസൈസ്, അങ്ങനെ തന്നെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ പ്ലാനിൽ വരുമ്പോൾ മൂഡ് സ്വിങ്സ് കുറിച്ച് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു റെഫറൻസ് ഉണ്ട് സ്പീച്ച് തെറപ്പിസ്റ്റ് ടീമിൻ്റെ കൂടെ. പിന്നെ സ്വാളവിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ അസസ് ചെയ്യണമെന്നും, ഇൻസോംനിയയ്ക്ക്
ഷോർട്ട് ടേം മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പേഷ്യന്റിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെറ്റർ ആയിരുന്നു. ഓക്കെ, ഇത് റൈറ്റിംഗ് ടാസ്ക്. ഈ ലെറ്റർ നമ്മൾ ആർക്കാ എഴുതുന്ന വെച്ചാൽ അവരുടെ ഫാമിലി GP ആണ്. അങ്ങനെ ആകുമ്പോൾ ഇത് നോൺ കേസ് അല്ലേ. റൈറ്റ്, ഇതാണ് ആദ്യത്തെ സെറ്റ് ഓഫ് റൈറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് സെക്കൻഡ് സെറ്റ് റൈറ്റിംഗിലോട്ട് പോകാം. സെക്കൻഡ് സെറ്റ് റൈറ്റിംഗിൽ തന്നിട്ടുള്ള പേഷ്യന്റ് നെയിം ടോബി ഗ്രീനിഷ് ആണ്. ഏജ് 5 years. ഡയഗ്നോസിസ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അഡ്മിഷൻ 1 January 2024 ആയിരുന്നു. ഇന്നുള്ള ഡേറ്റ് എന്ന് പറഞ്ഞ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് 6 January 2024 ആണ്. പേഷ്യന്റ് കംപ്ലൈൻസ് ഒക്കെ ബ്ലഡ് വിഷൻ, നോഷ്യ, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആയിരുന്നു. പേഷ്യന്റ് കുറെ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൽ HbA1c ഡൺ കഴിഞ്ഞു. പിന്നെ കീറ്റോൺ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ January 1 തൊട്ട് 5 ഉള്ള മാനേജ്മെന്റ് ഒക്കെ അവർ ഒരു സെറ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏതൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ IV ഫ്ലൂയിഡ്സ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്, IV ഇൻഫ്യൂഷൻ സെറ്റാക്കിയിട്ടുണ്ട്, വൈറ്റൽ സൈൻസ് ഒക്കെ ആ സമയത്ത് സ്റ്റേബിളായി. ഇൻസുലിൻ ഇഞ്ചക്ഷനെ കുറിച്ച് ഡെമോൺസ്ട്രേഷൻ ഒക്കെ അവർ പേഷ്യന്റ് എടുത്തായിരുന്നു. പിന്നെ ഇൻസുലിൻ പമ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ അവർ മോണിറ്റർ ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഓക്കെ, എന്ന് ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് 6 January 2024 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അന്നാണ് പേഷ്യന്റ് ഡിസ്ചാർജ്. അപ്പോൾ പ്ലാനിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്ത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് ഓൺ 11 January കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫോളോ അപ്പ് ഡേറ്റ് എന്ന് ഡയറ്ററി എഡ്യൂക്കേഷൻ പറയുന്നു. ദെൻ നമ്മളുടെ റിക്വസ്റ്റ് അല്ല പേഷ്യന്റ് നീഡ് എന്തെന്ന് വെച്ചാൽ കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആണ്. ഇതും കൂടി നോൺ കേസാണ്. ലാസ്റ്റ് സെറ്റ് ഓഫ് റൈറ്റിംഗ് നമുക്ക് നോക്കാം. പേഷ്യന്റ് ഒരു സ്റ്റുഡൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ അവരുടെ ലെഫ്റ്റ് റിസ്റ്റിൽ ഗാംഗ്ലിയോൺ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതൊരു സിസ്റ്റ് ആണ്. അത് സക്സസ്ഫുൾ ആയിട്ട് അവർ റിമൂവ് ചെയ്തു. പേഷ്യന്റ് ഇതിനു മുമ്പ് പ്രസന്റ് ആയിട്ടുള്ള കംപ്ലൈൻസ് എന്ന് വെച്ചാൽ പെയിൻ, പോർ ആക്ടിവിറ്റീസ്, എക്സാം ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ട് അത് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ പേഷ്യന്റ് പരീക്ഷ ഉണ്ടെന്നും അപ്പോൾ റൈറ്റിംഗ് അല്ല പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ലെഫ്റ്റ് റിസ്റ്റിൽ. സോ പേഷ്യന്റ് നോട്ട് മച്ച് ഫീൽ കംഫർട്ടബിൾ അങ്ങനെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേഷ്യന്റിന് ഒരു റെഫറൽ ലെറ്റർ കൊടുക്കുന്നു. എവിടെയാന്ന് വെച്ചാൽ ഒരു ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിന് ഒക്കെ അവർക്ക് കൊടുത്ത് പേഷ്യന്റ് ഫർദർ കെയറിന് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സ്പീക്കിംഗ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓഫ് സ്പീക്കിങ്ങിൽ സെറ്റിംഗ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഒരു 35 പ്രായമുള്ള ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. ബൈക്ക് ആക്സിഡന്റ് ആണ്. പേഷ്യന്റ് സിവിയർ ഷോൾഡർ ഇഞ്ചറി ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ ട്രയേജ് വൈസിലാണ് പേഷ്യന്റ് കെയർ കൊടുത്തിട്ടുള്ളത്. ടാസ്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ടാസ്ക് നമുക്ക് പേഷ്യന്റ് റീസൺ എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത്, റീസൺ ഫോർ വിസിറ്റ് ആണ് നമ്മൾ അറിയേണ്ടത്. പിന്നീട് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യണം. എന്തൊക്കെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വിയർ ചെയ്തിട്ടുണ്ടോ, വേറെ ബോഡിയിൽ ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ലോഷൻ. ഈ കേസ് നോട്ടിൽ നമ്മുടെ പേഷ്യന്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പേഷ്യന്റ് ലെഫ്റ്റ് റിസ്റ്റിൽ ഗാംഗ്ലിയോൺ സിസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ സിസ്റ്റിനെ അവർ സക്സസ്ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യും. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യന്റ് കുറെ കംപ്ലൈൻറ്റ്സ് ഉണ്ട്. പെയിൻ, പോർ ആക്ടിവിറ്റീസ്, എക്സാം ഡിഫിക്കൽട്ടീസ് ഇതൊക്കെയാണ് ഇരുന്നത്. പേഷ്യന്റ് എക്സാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എക്സാം എഴുതാൻ പേഷ്യന്റിന് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബിക്കോസ് അവർക്ക് ലെഫ്റ്റ് റിസ്റ്റിൽ പ്രൊസീജിയർ കഴിഞ്ഞത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓവറോൾ അവർ തന്നിട്ടുള്ള സിനാറിയോ. അങ്ങനെ സ്റ്റുഡൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ലെറ്റർ ഈ കേസ് നോട്ടിന് ബ്രീഫായിട്ട് എഴുതി ആർക്കാ അയക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആണ്. സോ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റിൽ നമ്മൾ ചോദിക്കുന്നു അതിൽ പ്രോപ്പർ കെയർ വേണമെന്നാണ്. ബിക്കോസ് പേഷ്യന്റിന് എക്സാം എഴുതണം. സോ ആസ് സൂൺ ആസ് പോസിബിൾ പേഷ്യന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിലായിട്ട് നമ്മൾ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റിനെ റിക്വസ്റ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ റൈറ്റിംഗ് ആയിരുന്നു. ഫൈനലി നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളിലോട്ട് നമ്മൾ കയറി. സ്പീക്കിംഗ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ. അതിൽ കുറേ ക്യൂ കാർഡ്സ് സ്റ്റുഡൻസ് ആയിട്ട് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, നമ്മുടെ ഫസ്റ്റ് ക്യൂ കാർഡിൽ സെറ്റിംഗ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. 35 years ഓൾഡ് പേഷ്യൻ്റ് ആണ്. പേഷ്യന്റിന് ബൈക്ക് ആക്സിഡന്റ് ആയി സിവിയർ ഷോൾഡർ പെയിൻ ഉണ്ട്. നമ്മളുടെ EDയിലോട്ട് അവർ വരിക. നമ്മൾ ട്രയേജ് വൈസാണ് പേഷ്യന്റിന് കെയർ കൊടുക്കുക. ടാസ്ക്സ് ആയിട്ട് അവർ കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റീസൺ കണ്ടെത്തണം, പേഷ്യന്റ് എന്തിനാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രസന്റ് ആയിട്ടുണ്ടെന്ന്. സോ അതാണ് റീസൺ ഫോർ വിസിറ്റ്. ഹിസ്റ്ററി കളക്ഷൻ ആയിട്ട് അവർ ചോദിക്കാൻ പറയുന്നത് ഹെൽമെറ്റ് വെയർ ചെയ്തിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും അതർ ഇഞ്ചുറീസ് ഉണ്ടോ, പിന്നെ ആക്സിഡന്റ് നടന്ന ആ സമയത്ത്
കോൺഷ്യസിൽ വല്ലതും കുഴപ്പമുണ്ടോ, ഏതെങ്കിലും ലോസ് ഓഫ് കോൺഷ്യസ് അല്ലെ സെമി കോൺഷ്യസ് അങ്ങനെ വല്ലതും കുഴപ്പമുണ്ടോ എന്നാണ്. ദെൻ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറിവാകുന്ന മുമ്പ് ഫസ്റ്റ് എയ്ഡോ അല്ല വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അവർ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കാൻ പറയുന്നത്. പിന്നീട് അവരുടെ പാസ്റ്റ് ഇൽനെസ് കുറിച്ച് ചോദിക്കാൻ നമ്മളോട് അവർ പറഞ്ഞു പോകുന്നുണ്ട്. പാസ്റ്റ് ഇൽനെസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം കണ്ടീഷൻസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതിന് ബിക്കോസ് അവർ കൊടുക്കുന്ന ഫർദർ ട്രീറ്റ്മെന്റ് ഇതിനെ ഇമ്പാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പ്രീവിയസ് ഷോൾഡർ ഇഞ്ചുറി കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അതിന് അഡ്വൈസും അവർ അന്വേഷിച്ചു പോകുന്നുണ്ട്. സോ ഫൈനലി അസസ്മെന്റ് പറയുന്നത്, അസസ്മെന്റിൽ പേഷ്യന്റ് ഓവറോൾ ഫിസിക്കൽ എക്സാമിനേഷൻ, ന്യൂറോ എല്ലാം കൂടെ കഴിഞ്ഞ് തീർത്തിട്ട് എക്സ്റേ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയെന്ന് അവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്റേ ഇഫ് നീഡ് വി ക്യാൻ ടേക്ക് അങ്ങനെയെന്ന് പറയണം. ദെൻ എല്ലാം ഓവറോൾ വൈറ്റൽസ് അതൊക്കെ ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ വെയിറ്റ് സ്ട്രെസ് ആദ്യത്തെ ക്യൂ കാർഡ് ആയിരുന്നു. സെക്കൻഡ് ക്യൂ കാർഡിൽ സെറ്റിംഗ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആയിരുന്നു. ഒരു 5 days ആയിട്ടുള്ള ഒരു ന്യൂ ബോൺ ആണ്. ആക്ച്വലി കുഞ്ഞ് ക്ലിനിക്കിൽ പ്രസന്റ് ആയിട്ടില്ല, അമ്മയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് കുഞ്ഞിന് ജോണ്ടിസ് ഉണ്ടോന്ന് സസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയാണ് ഇവിടെ അവർ കുറെ കാര്യങ്ങളും കൺസേൺസുമായിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മൾ ടെസ്റ്റ് റിസൾട്ട് നോക്കി, അത് പോസിറ്റീവാണ്. കൺസേൺസ് ഒക്കെ നമ്മൾ മദേഴ്സുമായിട്ടുള്ള കൺസേൺസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നു. ടാസ്ക് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് കൺഫേം ദ വിസിറ്റ് ആൻഡ് ഡയഗ്നോസിസ്. അതായിട്ട് അവർ എന്തിനാ വന്നത് അതിനൊന്ന് നമ്മൾ കൺഫേം ആക്കിയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ജോണ്ടിസ് തന്നെയാണെന്ന് അങ്ങനെ നമ്മൾ കൺഫേം ആക്കുന്നു. പിന്നെ റീസൺസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ജോണ്ടിസിന് ഏതൊക്കെ. സോ ഇതാണ് റീസൺസ്. ബ്ലഡിൽ ഇതാണ് പ്രോബ്ലം. സോ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ റീഅഷ്യൂറൻസ് കൊടുത്ത് പോകുക. ദെൻ മൂന്നാമത്തെ ബിലിറുബിൻ ബ്ലഡിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബിലിറുബിൻ്റെ എമൗണ്ടിൽ വേറെ എന്തെങ്കിലും വേരിയേഷൻസ് വരുവാണെങ്കിൽ മാത്രം നമുക്ക് ജോണ്ടിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോവുക. ഫൈനലി ലിവറിൽ ആ കാര്യം ജോണ്ടിസ് സ്പ്രെഡ് ആയിട്ടില്ല, അതിനൊക്കെ എന്താണ് പേടിക്ക് റീഅഷ്യൂറൻസ് കൊടുക്കാറുണ്ട്. പിന്നീട് ഈ ജോണ്ടിസ് ലിവറിൽ സ്പ്രെഡ് ആയിട്ടില്ല, സോ ഒന്നും പേടിക്കണ്ട, അങ്ങനെയുള്ള റീഅഷ്യൂറൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ഡിസ്കഷൻ നമ്മൾ അമ്മയോടുമായിട്ട് ചെയ്യണം. ഇവിടെ ബുള്ളറ്റിൻ പോയിന്റ് അങ്ങനെ പറഞ്ഞു പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ്, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, അമ്മയ്ക്കും ബേബിക്കുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടണം. ഇങ്ങനെയാണ് അവർ കുറേ പോയിന്റ്സ് പറയുന്നു. ദെൻ പേരന്റൽ അഡ്വൈസ്, നമ്മൾ ഏതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യണം കുഞ്ഞിന്, എന്തൊക്കെയാണ് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ്, ഇതൊക്കെ നിങ്ങൾ ഒന്ന് വീട് ചെന്നിട്ട് എങ്ങനെ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള അഡ്വൈസ് ആണ് പേരന്റൽ അഡ്വൈസ്. നോ ട്രീറ്റ്മെന്റ് നീഡഡ്, അവർ ചോദിക്കുന്നു ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നമ്മളുടെ അഡ്വൈസ് മാത്രം മതി. സോ കൂടുതൽ ബ്രസ്റ്റ് ഫീഡിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് അഡ്വൈസ് ആണ് മാക്സിമം അവർ കൊടുക്കുന്നത്. ഫൈനലി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് വെയിറ്റ് ഒക്കെ റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. സോ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ അവരോട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പോവുക. സോ വൺസ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിന് റെഗുലർ ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ ടെമ്പറേച്ചർ, വൈറ്റൽസ് ഒക്കെ നോക്കുന്നത് മിക്കവാറും നമ്മളുടെ ഒരു കൺസേൺ ഇരിക്കണം. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ കുഞ്ഞിന് പ്രോഗ്രസ് നോക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്യൂ കാർഡ് ആയിരുന്നു കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ക്യൂ കാർഡ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സെറ്റിംഗ് ഹോസ്പിറ്റൽ വാർഡായിരുന്നു. ഇത് വളരെ നോൺ കേസാണ്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് ഫോർ കാറ്ററാക്ട് സർജറി. പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ആൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്, നമുക്ക് ടാസ്ക് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് മാക്യുലർ ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ. പേഷ്യന്റിന് മാക്യുലർ ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കൺസേൺസ് ഉണ്ട്, പേഷ്യന്റിനുള്ള കൺസേൺസ് ഒക്കെ പേഷ്യൻസ് നേഴ്സുമായിട്ട്. ദെൻ ആഫ്റ്റർ കെയർ, വൺസ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പേഷ്യന്റ് അവോയ്ഡ് ചെയ്യേണ്ടത്, അങ്ങനെ പേഷ്യന്റ് ചോദിക്കുന്നു. അതിന് നഴ്സസ് കുറേ അഡ്വൈസ് കൊടുക്കുന്നു. സ്വിമ്മിങ് ഒക്കെ അവോയ്ഡ് ചെയ്യണം, പിന്നെ കുറേ സ്ട്രെയിനിയസ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. റിക്കവറി കൂട്ടും റീഅഷ്യൂറൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നീട് നഴ്സസ് കുറേ റെക്കമെൻഡേഷൻ കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നു. പെയിൻ അല്ല ഇച്ചിങ് ഇരിക്കുമെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം, അത് ഇച്ചിരിയും കൂടി ഹാമായിട്ട് മാറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഫൈനലി കുറേ ഇൻസ്ട്രക്ഷൻ പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ തേർഡ് സെറ്റ് ദ ഇൻട്രോസ്പെക്ഷൻ വീഡിയോ. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. ഇഫ് ഹൂഎവർ വാച്ചിങ്
ദിസ് വീഡിയോ ആർക്കെങ്കിലും എനിക്ക് റീഡിങ് ആൻഡ് ലിസണിങ്ങിൽ സ്പെസിഫിക് അറ്റൻഷൻ വേണം, എനിക്കത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഐഡിയ ഉണ്ട്, തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് അവർ OET ആൻസേഴ്സ്. നമുക്ക് ഞങ്ങളുടെ 100% കൊടുക്കാൻ പറ്റും. So if you need any further assistance, you can contact our OET answers. The details being displayed on the screen. So if you need, definitely we will be there for you. Thank you.